ചേട്ടാ നമസ്കാരം. നമസ്കാരം. പുതിയ നീക്കങ്ങളുമായി റഷ്യ മുന്നേറുകയാണ്. ഡൊണാൾഡ് ട്രംപ് കൈയൊഴിഞ്ഞു. ഡൊണാൾഡ് ട്രംപിനെ കൊണ്ട് ഇനി ഒന്നും നടക്കില്ല എന്നാണ് ട്രംപ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ട്രംപിന്റെ ഫസ്റ്റ് ടേമിൽ നിന്നും സെക്കൻഡ് ടേമിലേക്ക് ട്രംപ് വരുമ്പോൾ നാട്ടുകാരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്: ഇയാളൊരു വട്ടനാണ്. അത് സത്യമാണ്. കാരണം ട്രംപിന് തന്നെ അറിയില്ല ട്രംപ് എന്താണ് ചെയ്യുന്നതെന്ന്. ഫസ്റ്റ് ടേമിൽ ഭീകരവാദികളെ എതിർത്ത ട്രംപ് രണ്ടാമത്തെ ടേമിൽ ഭീകരവാദികളെ ആശ്ലേഷിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇപ്പൊ എലോൺ മസ്ക് ട്രംപിന്റെ ആ ഒരു അഡ്മിനിസ്ട്രേഷനിൽ വന്നപ്പോ എലോൺ മസ്ക് പറഞ്ഞ ഒരു കാര്യമുണ്ട്: ഞാനും ട്രംപും കൂടെ ചേർന്ന് അമേരിക്കയെ വലിയ ഉയരങ്ങളിൽ എത്തിക്കാൻ പോവുകയാണ് എന്ന്. ഇപ്പോൾ അതേ ട്രംപ് എലോൺ മസ്കിനെ നാട് കടത്താൻ പോകുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇത് മാത്രമല്ല നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, എലോൺ മസ്ക് ട്രംപിന്റെ പല വീഡിയോകളും ഇപ്പോ ട്വിറ്റർ വഴി പുറത്തു വിടുന്നുണ്ട്, എക്സ് പ്ലാറ്റ്ഫോം വഴി. ആ എക്സ് പ്ലാറ്റ്ഫോം പിടിച്ചെടുക്കാൻ എലോൺ മസ്കിന്റെ എക്സ് പ്ലാറ്റ്ഫോം, അത് എനിക്ക് തോന്നുന്നു $44 ബില്യൺ എന്തോ മുടക്കിയിട്ട് എലോൺ മസ്ക് മേടിച്ചതാണെന്ന് തോന്നുന്നു. അപ്പൊ അത് പിടിച്ചെടുക്കാനായിട്ട് ഇപ്പൊ അമേരിക്കൻ ഗവൺമെന്റ് ഒരു ശ്രമം നടത്തുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അതിനിടയിൽ റഷ്യ രണ്ടാമത്തെ ഘട്ടം അറ്റാക്ക് തുടങ്ങിയിട്ടുണ്ട്. യുക്രൈൻ അറിയാലോ നമുക്ക്, റഷ്യയുടെ ഡീപ് ബേസസ് അടിച്ചു. അതിനുശേഷം ക്രിമിയൻ പാലം തകർത്തു. കഴിഞ്ഞ ദിവസം കീവില് റഷ്യ വലിയ രീതിയിലുള്ള അറ്റാക്ക് നടത്തി. അതിനുശേഷം ഇപ്പോൾ ഖാർക്കീവില് 53 UAVs, ഗൈഡഡ് ബോംബ്സ്, മിസൈൽസ് എല്ലാം വാരിപ്പുറക്കി ഇടുകയാണ് പുതിൻ. അപ്പോ അത് മാത്രമല്ല പുതിൻ ചെയ്യുന്നത് പുതിനെ വിളിച്ചിട്ട് സംസാരിച്ചു അത്രേ, ഈ ചെയ്തത് ശരിയായില്ല. കഴിഞ്ഞ ദിവസം യുക്രൈനിൽ നടത്തിയ അറ്റാക്ക് ശരിയായില്ല, കാരണം ഏറ്റവും വലിയ അറ്റാക്ക് ആയിരുന്നു അവിടെ നടത്തിയത്, അത് ശരിയായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുതിന് അതിന് എന്ത് മറുപടി കൊടുത്തു എന്നുള്ളത് വ്യക്തമല്ല. രണ്ടാമത്തെ കാര്യം, ട്രംപിനെ പോലും ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ പുടിൻ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്: എലോൺ മസ്കിന് അഭയം കൊടുക്കാൻ തയ്യാറാണ് എലോൺ മസ്ക് റഷ്യയിലേക്ക് വന്നാൽ എന്ന് പറയുന്നുണ്ട്. അതൊരു വലിയ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഒരു ഭാഗത്ത് യുക്രൈനിലേക്ക് അറ്റാക്ക് നടത്തുന്നു റഷ്യ. അത് തടുക്കാനായിട്ട് ഡൊണാൾഡ് ട്രംപിനെ കൊണ്ട് യാതൊന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. മറുഭാഗത്ത് എലോൺ മസ്കിനെ റഷ്യ അഭയം കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. അമേരിക്ക ഇതിനോട് എങ്ങനെ പ്രതികരിക്കും? എലോൺ മസ്ക് ഇതിനോട് എങ്ങനെ പ്രതികരിക്കും? യുക്രൈനിലോട്ടുള്ള ഈ രണ്ടാമത്തെ ഘട്ടത്തിലോട്ടുള്ള അറ്റാക്ക് വീണ്ടും വ്യാപിപ്പിക്കാനാണ് ഇപ്പോ പുടിൻ ശ്രമിക്കുന്നത്. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കടന്നു കയറാനാണ് പുടിൻ ശ്രമിക്കുന്നത്. ഇതിന് ഒരു അവസാനം ഉണ്ടാവില്ലേ? അല്ല, ഇത് 2-3 ദിവസത്തിന് മുമ്പ് നമ്മുടെ ഈ ചർച്ചയിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു, ഈ മസ്കും ട്രംപും തമ്മിൽ തെറ്റിക്കഴിയുമ്പോൾ പല കഥകളും പുറത്തു വരും, പല ദൃശ്യങ്ങളും പുറത്തു വരും, പല അശ്ലീല കഥകളും മസ്കിന് അറിയാമെന്ന് പറഞ്ഞു. പക്ഷെ എന്തോ അതൊരു ഗുളിക നിന്ന സമയത്താണോ പറഞ്ഞതെന്നറിയില്ല. നമ്മുടെ 2-3 അധികം പഴക്കമൊന്നുമില്ല, ഇന്നലെയോ മിനിഞ്ഞാന്നോ ഒക്കെ നടന്ന ചർച്ചയ്ക്കായിരുന്നു മസ്കിന് ഇപ്പൊ കുട്ടികളുമായിട്ടുള്ള ഒരു ലൈംഗിക പീഡനത്തിന്റെ ആണ് ഇപ്പൊ വിഷ്വൽ പുറത്തു വിട്ടിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം ആയിരുന്നു അത് പുറത്തുവിട്ടിരുന്നു. ഏതായാലും ആ ഒരു വഴക്ക് ആ നിലയിലേക്ക് താഴോട്ട് പോകും. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, മസ്കിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാല്, മസ്ക് ദക്ഷിണാഫ്രിക്കൻ വംശജനാണ്. അപ്പോൾ ഇപ്പോൾ ട്രംപ് എടുത്ത് കളിച്ചിരിക്കുന്ന കളി എന്ന് പറഞ്ഞാല് പൗരത്വം റദ്ദാക്കും, മസ്കിന്റെ പൗരത്വം റദ്ദാക്കുമെന്നാണ് ട്രംപിന്റെ ഏറ്റവും പുതിയ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത്. ഇതിന് തൊട്ട് പിന്നാലെയാണ് പുടിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത്: മസ്കിന് രാഷ്ട്രീയ അഭയം നൽകാൻ തയ്യാറാണ് എന്ന്. പക്ഷെ മസ്ക് റഷ്യയിലേക്ക് പോകുമോ എന്നുള്ളത് അറിയില്ല, കാരണം അമേരിക്കയിൽ നിന്ന് ഫൈറ്റ് ചെയ്യാനായിരിക്കും ഒരുപക്ഷെ കൂടുതൽ അദ്ദേഹം താല്പര്യപ്പെടുന്നത്. ഇപ്പോൾ ഈ മസ്കിന്റെ പിന്നിലുള്ള നീക്കത്തിന് പിന്നിൽ എന്തായാലും പുടിനാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഈ യൂറോപ്യൻ യൂണിയനിൽ തന്നെ പെടുന്ന പല രാജ്യങ്ങൾക്കും ട്രംപുമായിട്ട് വലിയ അകൽച്ച ഉള്ള ഒരു സമയമാണ്. അതിനോടൊപ്പം തന്നെ ട്രംപ് പറഞ്ഞ മറ്റൊരു കാര്യം, ഉക്രൈനും റഷ്യയും തമ്മിൽ അടിച്ചു തീരട്ടെ, ഞാനിതിൽ ഇടപെടാനൊന്നുമില്ല, അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ, യുദ്ധം ചെയ്യുന്നെങ്കിൽ യുദ്ധം, എന്തെങ്കിലുമൊക്കെ തീരട്ടെ. കൈ ഒഴിഞ്ഞു പുള്ളി, കാരണം പുള്ളിയുടെ കയ്യിലൊന്നും നിൽക്കുന്നില്ല. മറ്റൊരു വാർത്ത ട്രംപിനെ സംബന്ധിച്ച് വരുന്നത്, ഈ ക്രിപ്റ്റോ കറൻസിയുമായിട്ടുള്ള ഒരു ബിസിനസ് പാകിസ്ഥാനുമായിട്ട് അവിടുത്തെ സൈനിക മേധാവി മുനീറുമായിട്ട് ചേർന്ന് നടത്താൻ തീരുമാനിച്ചു. ഇപ്പൊ കേൾക്കുന്നു അത് മാറിയിട്ട് ഭൂട്ടാനുമായിട്ടാണ് ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ഭൂട്ടാനെ ഒരു ക്രിപ്റ്റോ കറൻസി ഹബ്ബാക്കി മാറ്റുക എന്നുള്ളതാണ് ട്രംപിന്റെ ലക്ഷ്യം. പാകിസ്ഥാനെ കൈയൊഴിഞ്ഞെന്നാണ് ഇപ്പോൾ കേൾക്കുന്ന ഒരു വാർത്ത. ധനുഷ് നേരത്തെ സൂചിപ്പിച്ച കണക്ക് ഈ രണ്ടാം ടേമിലേക്ക് ട്രംപ് എത്തുമ്പോൾ ആകപ്പാടെ കാലിടറി നിൽക്കുന്ന ഒരു കാഴ്ച, തുടർന്നെല്ലാം പിഴയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ട്രംപ് മാറുന്നു. ഒരു വ്യക്തത ഒന്നിനും ഇല്ലാത്ത ഒരു കാലത്തിലേക്ക് പോകുന്നു. ട്രംപിനോടൊപ്പം നിന്നവർ, ഇപ്പൊ മസ്കിന്റെ കാര്യം മാത്രമല്ല, ഏതാണ്ട് അവരുടെ പാർട്ടിയിലുള്ള ബഹുഭൂരിപക്ഷം പേരും ഈ ട്രംപിന്റെ ഈ പോക്കിന് വല്ലാതെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു കാഴ്ച. ഇപ്പൊ തന്നെ ഈ വൈറ്റ് ഹൗസിന് മുന്നിൽ അനവധി പ്രതിഷേധ പ്രകടനങ്ങൾ പല രൂപത്തിലും ഭാവത്തിലും വന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ താരിഫ് യുദ്ധത്തിനെതിരെയൊക്കെ അമേരിക്കൻ പൗരന്മാർ തന്നെ പ്രതിഷേധിക്കുന്ന ഒരു നിലയിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു.
ഒപ്പം തന്നെ ഇതിനിടയിൽ വളരെ പരസ്യമായി തന്നെ ട്രംപ് തന്റെ കുടുംബത്തിന്റെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ചില ശ്രമങ്ങൾ നടത്തുന്നു. അതായത് ട്രംപ് എവിടെ പോകുമ്പോഴും ഇപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ ട്രംപിന്റെ മക്കൾക്കും മരുമക്കൾക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള ബിസിനസ്സിന് വേണ്ടിയിട്ട് ട്രംപ് എന്ത് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യം പുടിൻ രണ്ടും കൽപ്പിച്ചുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഉക്രൈനെതിരെ അഴിച്ചുവിടുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ, ഇതുവരെ യുക്രൈനെ പിന്തുണച്ച രാജ്യങ്ങൾ പരസ്യമായിട്ട് ഒരു യുദ്ധത്തിലേക്ക് ഇനി വരാനുള്ള സാധ്യതകൾ കുറവാണ്. കഴിഞ്ഞ ഒരു 3-4 ദിവസത്തെ ഒരു റഷ്യയുടെ അറ്റാക്ക് വെച്ച് നോക്കുമ്പോൾ കാര്യമായ രീതിയിൽ ഒരു ചെറുത്തുനിൽപ്പ് ഉക്രൈന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. കാരണം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഉക്രൈൻ ഇതുവരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയൊരു അറ്റാക്ക് ആയിരുന്നു കഴിഞ്ഞ ദിവസം ഈ ഡാർക്ക് വെബും ഉപയോഗിച്ചുകൊണ്ട് റഷ്യയുടെ തന്ത്രപ്രധാനമായ ഇടങ്ങളിൽ അടിക്കുകയും അവരുടെ വ്യോമത്താവളം തകർക്കുകയും ഒക്കെ ചെയ്തത്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ സെലൻസ്കി അതുകൊണ്ട് തൃപ്തനായിട്ടുണ്ടാകണം. കാരണം വീരനായ ഒരു ഭരണാധികാരി, റഷ്യയെ വിറപ്പിച്ചൊരു ഭരണാധികാരി എന്ന ചരിത്രത്തിന്റെ താളുകൾ രേഖപ്പെടുത്തുന്ന ഒരു രീതിയിലായിരുന്നു ആക്രമണം നടന്നത്. അപ്പൊ അതോടുകൂടി തന്നെ എന്തായാലും സെലൻസ്കിക്ക് നന്നായി അറിയാം പുടിൻ വലിയ രീതിയിൽ തന്നെ പ്രതികരിക്കുന്ന ഒരാളാണ്, പ്രതികരണം ഉണ്ടാകുമെന്ന്. ഇത് അറിഞ്ഞിരുന്നുകൊണ്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അപ്പോൾ സ്വാഭാവികമായി തന്നെ ആ ചെയ്തതിനൊരു വലിയ തിരിച്ചടി, ആ ചെയ്തതിനെ അപലപിച്ചുകൊണ്ട് ഒരു രാജ്യങ്ങളും രംഗത്തെത്തിയില്ല. അപ്പോൾ തിരിച്ച് ചെയ്യുമ്പോഴും അപലപിക്കാൻ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. ഇതിനിടയിൽ ഈ ട്രംപിനെ വട്ടം കറക്കിക്കൊണ്ട് ചില തീരുമാനങ്ങൾ കൂടി വരുന്നു. അത് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നാണ്. അമേരിക്ക മുമ്പോട്ട് വെച്ച നിർദ്ദേശം ഇസ്രായേലും ഹമാസും ഒരുപോലെ തള്ളിയിരിക്കുന്നു. ഇപ്പോൾ പുതിയതായിട്ട് പുറത്തു വരുന്ന വാർത്ത ഗസയിലുള്ളവരോട് ഒഴിഞ്ഞു പോകാനായിട്ട് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഞങ്ങൾ സാധാരണ നമുക്കറിയാം ഈ ഈദ് ഇല്ലെങ്കിൽ ഈ മുസ്ലിങ്ങളുടെ ഈ എന്താ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ദിവസങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ ആ സമയത്ത് ഗസ ഈ ഹമാസ് ഇസ്രായേൽ പോരാട്ടം ഒരു വല്ലാത്തൊരു വഴിത്തിരിവിലെത്തുന്ന ഒരു കാഴ്ചയുണ്ട്. അപ്പം ഇത്തവണ ആ പതിവിന് വ്യത്യാസമൊന്നും വന്നില്ല. കഴിഞ്ഞ ദിവസം തന്നെ ഒരു മുന്നറിയിപ്പ്. അപ്പൊ ഇസ്രായേൽ പറഞ്ഞ വാക്കുകൾ ഇതാണ്: അന്തിമ യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ്. ഇത് അതുകൊണ്ട് തന്നെ ഇതൊരു അന്തിമ മുന്നറിയിപ്പാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെയും കാര്യങ്ങൾ വഷളാകുന്നു. ഇതിനിടയിൽ മൗനമായിട്ടാണെങ്കിൽ പോലും ഇന്ത്യയുടെ ഒരു നീക്കവും ഒരു വാർത്താ പ്രാധാന്യം നേടുന്നുണ്ട്. എലോൺ മസ്ക് ഈ ഇന്ത്യയോട് അഭ്യർത്ഥിച്ചിരുന്ന അല്ലെങ്കിൽ അപേക്ഷിച്ചിരുന്ന കുറെ ബിസിനസ്സുകളുണ്ട്. അതെല്ലാം ഒറ്റയടിക്ക് ഇന്ത്യ സാങ്ഷനായി കൈകൊടുത്തിട്ടുണ്ട്. സ്റ്റാർലിങ്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ടെസ്ലയുടെ കമ്പനി തുടങ്ങുന്നതിന്റെ കാര്യങ്ങൾ, അതിന്റെയൊക്കെ എല്ലാ കുരുക്കുകളും ഇന്ത്യ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പറയുന്ന പോലെ ഒന്നും മനസ്സിലാകുന്നില്ല. പുടിനാണെന്നുണ്ടെങ്കിൽ മസ്കിന് അഭയം കൊടുക്കാൻ തയ്യാറാകുന്നു. ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ മസ്കിനോട് പറയുന്നത് ഇവിടെ എന്ത് വേണേൽ ചെയ്തോടാൻ പറയും. ഇതുവരെ അങ്ങനെയുള്ള ഒരു കാര്യത്തിലും നമ്മൾ അത് പറഞ്ഞിരുന്നില്ല, എല്ലാം നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ ഇപ്പം മസ്ക് എന്തൊക്കെ പറഞ്ഞു അവിടെ. അതിനിടയിൽ മസ്കിന്റെ ഓഹരി വിപണിയിൽ അദ്ദേഹത്തിന്റെ കമ്പനികളുടെ ഓഹരിയൊക്കെ 30% ഇടിയുകയും ചെയ്തിട്ടുണ്ട്. അതായത് മസ്കും ട്രംപും കൂടെ കയറുന്ന സമയത്ത് നമുക്കറിയാം ഓഹരി വിപണിയിലൊക്കെ വലിയ കുതിച്ചുചാട്ടമാണ് മസ്കിന്റെ കമ്പനി നടത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ അത് വളരെ താഴോട്ട് പോകുന്ന ഒരു രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് എല്ലാ അർത്ഥത്തിലും ഒരു ബിസിനസ് തകർച്ചയാണ് അവിടെ കാണിക്കുന്നത്. ഇതിനകത്ത് മസ്കിന്റെ കമ്പനി തകരുന്നു എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അമേരിക്കയുടെ ഇംഗത്തെയും അത് കുറച്ച് ബാധിക്കും. വലിയ രീതിയിൽ നിന്നല്ല പറയുന്നത്, കുറച്ച് ബാധിക്കും. കാരണം അമേരിക്കയിലും ഒരു വലിയ ബിസിനസ് സംരംഭം തന്നെയാണ് അദ്ദേഹം. അപ്പം അങ്ങനെയുമുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ. ആപ്പിൾ പോലും ട്രംപിന്റെ വാക്കുകൾ കേൾക്കാത്തൊരു സാഹചര്യം. ഇനിയിപ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള 2 കാര്യങ്ങളാണ്. ഒരുപക്ഷെ അടുത്ത 48 മണിക്കൂറിൽ സംഭവിക്കാൻ പോകുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, ഈ ഇസ്രായേല് ഗസയിലേക്ക് കരയുദ്ധം ആരംഭിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ വാർത്തയായിട്ട് വരാൻ പോകുന്നത്. മറ്റൊന്ന്, റഷ്യ കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള ആയുധങ്ങൾ ഉക്രൈന് നേരെ വിനിയോഗിക്കും. ഒരുപക്ഷെ സെലൻസ്കിയെ തേടിയുള്ള യാത്രയായിരിക്കും ഇനി പുടിനുള്ളത്. കാരണം സെലൻസ്കിയെ വകവരുത്തുക അല്ലെങ്കിൽ അങ്ങനെ വരുത്തിക്കൊണ്ട് ഒരു വിക്ടറിയിലേക്ക് പോവുക എന്നുള്ളത് ഒരുപക്ഷെ പുടിന്റെ ചിന്തയിലുണ്ടാകും. നമുക്കറിയാം അവരുടെ റഷ്യൻ ചാരസംഘടന ആയാലും അവരുടെ ആ ഒരു ഗ്രൂപ്പ് ആയാലും ഒക്കെ വളരെ ശക്തമാണ്. ആ ഒരു നിലയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ വലിയ രീതിയിലുള്ള കാഷ്വാലിറ്റി ഒഴിവാക്കിക്കൊണ്ട്, വലിയ രീതിയിലുള്ള യുദ്ധം ഒഴിവാക്കിക്കൊണ്ട് സ്വാഭാവികമായി തന്നെ പുടിന്റേതായിട്ടുള്ള ന്യായീകരണങ്ങളുണ്ടല്ലോ. കാരണം പുടിനെ വകവരുത്താനായിട്ട് യുക്രൈൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയാണ്. റഷ്യയുടെ പുടിന്റെ കോൺവോയ്ക്ക് നേരെ ബോംബാക്രമണം, മിസൈൽ ആക്രമണം ഒക്കെ നടത്തിയതാണല്ലോ. അതുകൊണ്ട് സെലൻസ്കിയെ വകവരുത്താനും റഷ്യയുടെ ഭാഗത്തുനിന്ന് വലിയ ശ്രമങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അല്ല ധനുഷ്, അതിനകത്ത് വേറൊരു വശമുണ്ട്. ഇപ്പൊ സെലൻസ്കിയെ കൊല്ലുക എന്നതോട് കൂടി ഒരു വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു യുദ്ധം ഒഴിവാക്കാൻ പറ്റും. സെലൻസ്കി മരിക്കുന്നതോടെ അവിടെ ഒരു കഥ തീരുകയാണ്. കഥ തീരുമ്പോൾ അവിടെ ഇതുവരെ പരാജയപ്പെട്ടിരുന്ന പുടിനല്ല, എവിടെയും ചെന്നിട്ട് തന്റെ എതിരാളികളെ വകവരുത്താൻ തക്ക കരുത്തനായ പുടിനായി മാറുന്നു. പിന്നെ വലിയ രീതിയിൽ യുദ്ധം മുമ്പോട്ട് പോകുന്നില്ലല്ലോ. സ്വാഭാവികമായി തന്നെ അതിനൊരു എൻഡിങ് ആയി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ വരുന്ന ഒരു സർക്കാർ അല്ലെങ്കിൽ പിന്നെ വരുന്ന ഒരു ലോകക്രമം അല്ലെങ്കിൽ പിന്നെ ഐക്യരാഷ്ട്രസഭ അടക്കം ഇടപെടുന്നതിലുള്ള കാര്യങ്ങൾ ഇവിടെ പിന്നെ എല്ലാവർക്കും ഇതിൽ ഇടപെടാൻ ഈസിയാണ്. ഇപ്പൊ ഇന്ത്യക്കായാലും അമേരിക്കയ്ക്കായാലും ഒക്കെ പിന്നീട് ഇടപെടാൻ ഈസിയാണ്. അപ്പൊ അതിനുള്ള സാധ്യതയുണ്ട്. അതിന് ഒരുപാട് കാരണങ്ങൾ ഇപ്പോൾ പുടിന്റെ പക്കലുണ്ട്. ഒന്ന്, അവരുടെ ഈ ട്രെയിൻ അട്ടിമറിച്ചു.
രണ്ട്, പിന്നെ ഈ പാശ്ചാത്യ ആയുധങ്ങൾ ഉപയോഗിച്ചു. ഉം. മറ്റൊന്ന്, ഈ പറയുന്ന പുടിന് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം അവരുടെ പരമാധികാരത്തെ ഹനിക്കുന്ന, ഇല്ലെങ്കിൽ അവരുടെ ആ രാജ്യത്തിന്റെ പരമാധികാരത്തിന് സിവിലിയന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ട് നടത്തിയതാണ്. അപ്പൊ സ്വാഭാവികമായി യുദ്ധക്കുറ്റം തന്നെ റഷ്യയുടെ ഭാഗത്തുനിന്ന് ചുമത്തിയാൽ സ്വാഭാവികമായും അവരതിന് ഒരുമ്പെടും. അവർക്ക് പറയാൻ ഒരുപാട് ന്യായീകരണങ്ങളുണ്ട്. ഈ ഒരു ന്യായീകരണത്തോടു കൂടി എന്റെ തോന്നൽ അങ്ങനെയാണ്. ഒരുപക്ഷെ സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം നമുക്കറിയാം, ഈ യുദ്ധം തോന്നലുകളൊന്നും തുടങ്ങിയ ടൈം തെറ്റാറില്ല. മുതൽ അല്ല, എനിക്ക് അങ്ങനെ തോന്നുന്നു. കാരണം വെച്ചാല് ഇത് വലിയ ചെലവില്ലാതെ യുദ്ധം അവസാനിപ്പിക്കാൻ പറ്റും. കാരണം ഈ യുദ്ധം തുടങ്ങിയ അതെ കാലം അതെ. മുതൽ സെലൻസ്കി അണ്ടർഗ്രൗണ്ടിലാണ്, തുരങ്കങ്ങളിലാണ് സെലൻസ്കി ഉള്ളത്. അപ്പോൾ അതൊരു വലിയ നീക്കമായി തന്നെ കാണേണ്ടി വരും. ഒരുപക്ഷെ അത് ലോകത്തെ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തെ ഭരണാധികാരിയുമാകാം. ഒരുപക്ഷെ സെലൻസ്കിയൊക്കെ പിന്തുണയ്ക്കുന്ന ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാകാം. ഇപ്പൊ പഴയതുപോലെ അല്ല യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ. അതിൽ തന്നെയുള്ള 3 രാജ്യങ്ങൾ ഇപ്പോൾ റഷ്യയുടെ ഭാഗത്തേക്ക് ചാഞ്ഞു തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അവര് ഉം, റഷ്യയുടെ ഉം. കൂടെ നിൽക്കാൻ തയ്യാറായി തുടങ്ങിയിരിക്കുന്നു. പോളണ്ട് മനസ്സില്ലാ മനസ്സോടു കൂടിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ അങ്ങനെ ഒരുപാട് ഇഷ്യൂസുകളുണ്ട്. അപ്പൊ 48 മണിക്കൂറിനുള്ളിൽ നമുക്ക് നല്ലൊരു വാർത്ത പ്രതീക്ഷിക്കാം. ഒന്നുകിൽ യുക്രൈന് മേൽ അതിമാരകമായ ഒരു പ്രഹരം പുടിൻ ഏൽപ്പിക്കും. കാരണം അദ്ദേഹം അത് പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യം. രണ്ടാമത്തെ ഒരു സാധ്യതയാണ് ഞാൻ ഈ പറഞ്ഞ സെലൻസ്കി. അത് 48 മണിക്കൂറൊന്നും ചിലപ്പോൾ പോരാതെ വരാം. ചിലപ്പോൾ നീണ്ടു നിൽക്കുന്ന ഒരു പോരാട്ടമായിരിക്കാം അത്. ഈ യുദ്ധം അവസാനിച്ചാൽ പോലും അത് നീണ്ടു നിൽക്കുന്ന ഒരു പോരാട്ടമാകാം. അതുപോലെ തന്നെ ഇസ്രായേൽ നടത്തുന്ന ഒരു ആക്രമണം, കാരണം അവരെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അവർക്കെതിരെ ഈ റോക്കറ്റ് ആക്രമണം ഉണ്ടായിരുന്നു ഗസയിലെ പല ഭാഗത്തും. അപ്പൊ ഇസ്രായേൽ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന കാര്യം, ഈ റോക്കറ്റ് എവിടെ നിന്നാണോ വന്നത് അവിടെ മുഴുവൻ ഞങ്ങൾ നശിപ്പിച്ചു കളയും, അതുകൊണ്ടാണ് ജനങ്ങളോട് അവിടെ നിന്ന് മാറി താമസിക്കണം എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഒരു വിഷമകരമായ കാര്യമുണ്ട്. ഈ സുഡുക്കള് പറയുന്നതിനകത്ത് ഒരു പകുതി സത്യമുണ്ട്. കാരണം ഈ ഉം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കണക്ക് ഇത്രയും ലക്ഷം പേരാണ്, ഒന്നും രണ്ടും ആൾക്കാരൊന്നും, 24 ലക്ഷം പേരാണ് കൊച്ചു സ്ഥലത്ത് തിങ്ങി പാർക്കുന്നത്. ഇവരിത് എങ്ങോട്ട് പോകുമെന്നുള്ളതാണ്. ഈ പറയുന്ന ഈ മതസ്നേഹം പറയുന്ന ഒരു മുസ്ലിം രാജ്യം ഇവരെ സ്വീകരിക്കാൻ തയ്യാറല്ല. ഇവരുടെ അതെ. തൊട്ടടുത്ത് കിടക്കുന്ന ഈജിപ്റ്റ് ഇവരെ സ്വീകരിക്കാൻ തയ്യാറല്ല, ജോർദാൻ സ്വീകരിക്കാൻ തയ്യാറല്ല, ഇല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ എന്തുകൊണ്ടാണ് ഈ അറബ് രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളും ഒന്നും ഇപ്പൊ ഈ ഗസയുടെ പേര് കണ്ണീരൊഴുക്കാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ ട്രംപ് കഴിഞ്ഞ കുറച്ചു നാൾക്ക് മുമ്പ് പറഞ്ഞിരുന്നില്ലേ, നിങ്ങളെല്ലാം കുറെ പേരെ എടുക്കൂ, ആ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്യുന്നു. അതാരും തൊടുന്നില്ലല്ലോ. അവർ പറയുന്നത് ഇവർ ഇവിടെ തന്നെ ജീവിക്കട്ടെ എന്നാണ്. ശരിയാണ്, പ്രശ്നം ഒതുങ്ങിക്കഴിഞ്ഞാൽ അവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമല്ലോ. അത് തന്നെയാണ് നമ്മൾ അവിടെ ആ പ്രശ്നം ഉണ്ടാകുമ്പോൾ, കാരണം ഈ ഹമാസ് ഇവരുടെ ഈ ആൾക്കൂട്ടത്തിന്റെ ഇടയ്ക്ക് നിന്നാണ് ഈ ആക്രമണം ഉണ്ടാക്കുന്നത്. അതല്ലാതെ അതിലൊക്കെ ഡീസന്റ് പാകിസ്ഥാനിലുള്ള ഭീകരന്മാർ തന്നെയാണ്. അവർ പ്രത്യേക ബിൽഡിംഗ് ഒക്കെ കെട്ടി ഹെഡ് ഓഫീസൊക്കെ ഉണ്ടാക്കി അവിടെ നിന്ന് കൺട്രോൾ ചെയ്യുന്ന രീതിയിലാണ് പോകുന്നതെങ്കിൽ ഈ ഹമാസ് അങ്ങനെയല്ല. ഈ അതെ അതെ. ആശുപത്രികളൊക്കെ, രോഗികൾ നടക്കുന്ന ആശുപത്രി, അതിന്റെ അണ്ടർഗ്രൗണ്ടിൽ കൊണ്ട് ആയുധം വെക്കുക, അവിടെ നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കുക. അതുപോലെ സ്കൂൾ കെട്ടിടങ്ങളിൽ അകത്ത് ആയുധപ്പുരകളാക്കുക, അങ്ങനെ ചെയ്യുക. അതൊരു നേറും നിറയുമുള്ള ഒരു പ്രവൃത്തിയല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഇസ്രായേൽ തിരിച്ചടിക്കുമ്പോൾ അങ്ങനെ സംഭവിക്കാൻ കഴിയും. അപ്പൊ ഇതെല്ലാം ഒതുങ്ങട്ടെ, നിങ്ങൾ കുറെ പേരെ മാറ്റൂ എന്ന് പറയുമ്പോൾ ആരും അതിന് തയ്യാറല്ല. ഇപ്പൊ എന്താ ആർക്കും റോഹിംഗ്യയുടെ കാര്യം പറയാത്ത? ലോകത്ത് ആരും, പാകിസ്ഥാൻ പോലും റോഹിംഗ്യയുടെ കാര്യം മിണ്ടുന്നില്ല ഇപ്പോൾ. കാരണം എന്താണ്? ഇവരെ സ്വീകരിക്കാൻ ആർക്കും തയ്യാറല്ല. ഇപ്പൊ ഈ ലോകത്ത് റോഹിംഗ്യകളെ കുറിച്ച് പറഞ്ഞ് കരയുന്ന ഒരൊറ്റ വിഭാഗമുള്ള ജമാഅത്ത് ഇസ്ലാമിക്കാർ മാത്രമാണ്. അവർ പിന്നെ ലോകത്ത് എല്ലാ ഉം. കാര്യത്തിലും കുത്തിത്തിരിപ്പിന് സ്കോപ്പ് ഉണ്ടോ എന്ന് നോക്കി നടക്കുന്നവരാണ്. പക്ഷെ ഇവിടെ അതെ. ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഇതിനൊന്നും ഇപ്പോൾ ഒരു മുസ്ലിം രാഷ്ട്രങ്ങൾ ഇടപെടുന്നില്ല. കഴിഞ്ഞ ദിവസം മലേഷ്യയിൽ മലേഷ്യക്ക് ഒരു ഇന്റിമേഷൻ പാകിസ്ഥാൻ കൊടുത്തിരുന്നു, നമ്മുടെ ഇന്ത്യൻ പ്രതിനിധി സംഘം വരുമ്പോൾ അവരെ അടുപ്പിക്കരുതെന്ന്. മലേഷ്യക്ക് ഒരു പണി കിട്ടിയത് ഓർമ്മയുണ്ട് പണ്ട് ഉം. പാമോയിൽ കേസിൽ. അപ്പോ മലേഷ്യ രണ്ട് കൈയും നീട്ടിയിട്ടാണ് ഇന്ത്യൻ പ്രതിനിധികളെ സ്വീകരിച്ചത്. വലിയ സ്വീകരണമായിരുന്നു മലേഷ്യ ഇന്ത്യൻ പ്രതിനിധികൾക്ക് കൊടുത്തത്. അതായത് ഞങ്ങളോടൊപ്പം നിൽക്കണം ഇന്ത്യൻ പ്രതിനിധികൾ അവിടെ, കാരണം ഇവർക്കൊരു വാർത്താ പ്രാധാന്യം നേടണമായിരുന്നു. അതിനുശേഷം ബിലാവൽ ഭൂട്ടോ, അത് മുൻ വിദേശകാര്യമന്ത്രിയാണ് പാകിസ്ഥാൻ, ബിലാവൽ ഭൂട്ടോയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം വാഷിംഗ്ടണിൽ പോയിരുന്നു ഒരു സംഘം ഇന്ത്യക്കെതിരെ സംസാരിക്കുന്നത്. അവിടുത്തെ എംപിമാര്, അമേരിക്കയിലെ കോൺഗ്രസിന്റെ ഒക്കെ എംപിമാര് വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു ഈ സംഘത്തെ. അവര് ചോദിച്ചത്, പോടാ ഇന്ത്യയൊക്കെ വിട്ടേക്ക്, ഞങ്ങളുടെ മാധ്യമപ്രവർത്തകൻ അവിടെ 2002 കൊല്ലപ്പെട്ടില്ലേ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ജയ്ഷെ മുഹമ്മദ് അല്ലേ അതിന്റെ പിന്നിൽ? ആ ഭീകരകേന്ദ്രം അടച്ചോ? ആ ഭീകരന്മാരെ നിങ്ങൾ പിടിച്ചോ? പിന്നെ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻസിനൊക്കെ അവിടെ വലിയ രീതിയിൽ കൊന്നൊടുക്കുന്നില്ലേ, അതിനെതിരെ നിങ്ങൾ എന്തെങ്കിലും നടപടി എടുത്തു? ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ആദ്യം ഭീകരപ്രവർത്തനം നിർത്തിയിട്ട് വാ, നമുക്ക് സംസാരിക്കാം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറും. പാകിസ്ഥാൻ ഇപ്പൊ ഏതാണ്ട് ഒരു ഒറ്റപ്പെട്ട നിലയിലേക്കായി. ഈ ക്രിപ്റ്റോ കറൻസിയുടെ ഒരു ഹബ്ബായിട്ട് ഈ ഭൂട്ടാൻ മാറ്റുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി തന്നെ പാകിസ്ഥാൻ ആ പിക്ചറിൽ ഇല്ല എന്ന് പറയാം. ഇവിടെ ഞാൻ ഇന്നലെയും പറഞ്ഞ കാര്യമുണ്ട്, ഇപ്പോൾ ട്രംപും അമേരിക്കയും രണ്ടായിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ്. മുൻപൊന്നും നമ്മളത് കണ്ടിട്ടില്ല. അമേരിക്കൻ പ്രസിഡന്റ് സാധാരണഗതിയിൽ ഈ വാപോയ കോടാലി പോലെ സംസാരിക്കാറില്ല ഒരു പ്രസിഡന്റുമാരും. അവര് കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങൾക്ക് മാത്രമാണ് ഒരു പ്രസ്താവന തന്നെ നടത്തുന്നത്. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും പൊളിറ്റിക്കൽ റാലികളിൽ പോകുന്നത് പോലെ അല്ലല്ലോ.
ഒഫീഷ്യലായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി അങ്ങനെ വലുതായിട്ട് അധികം സംസാരിക്കും. കാര്യം ഉണ്ടെങ്കിൽ സംസാരിക്കും, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ ട്രംപ് അങ്ങനെയല്ല. ഒരു ദിവസം തന്നെ 10 ടൈപ്പ് പ്രസ്താവനകളാണ് ഇറക്കുന്നത്. ഇന്നലെ മാത്രം അദ്ദേഹത്തിന്റെ അതായത് പുറത്തു വന്ന 2 പ്രസ്താവനകളാണ് വളരെ പ്രധാനപ്പെട്ടത്. ഒന്ന്, മസ്കിനെ പുറത്താക്കാനുള്ള ഒരു നീക്കം, അതുപോലെ അദ്ദേഹത്തിന്റെ എക്സ് പിടിച്ചെടുക്കാനുള്ള ഒരു നീക്കം. മറ്റൊന്ന്, റഷ്യയും ഉക്രൈനും അടിച്ചു തീർക്കട്ടെ, ഇനി ഞാനിതിനകത്തൊന്നും ഇടപെടാനില്ല എന്ന് പറയുന്നൊരു നീക്കം. അപ്പൊ ഇങ്ങനത്തെ പോകുന്നൊരു അവസ്ഥ ഏതായാലും അടുത്ത 48 മണിക്കൂറിൽ ഒരു വലിയ വാർത്ത മിഡിൽ ഈസ്റ്റിൽ നിന്നും കേൾക്കാൻ കഴിയും, ഒരുപക്ഷെ ഉക്രൈനിൽ നിന്നും നമുക്ക് കേൾക്കാൻ കഴിയും. നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല, റഷ്യ നമുക്ക് വില കുറച്ച് കാണാൻ കഴിയില്ല. കാരണം റഷ്യ ഇപ്പോഴത്തെ ഈ യുദ്ധം മൂലം അവരുടെ ആയുധ വിപണി അമ്പെ തകർന്നുപോയി, വലിയ രീതിയിൽ തന്നെ തകർന്നുപോയി. പക്ഷെ ഇതുകൊണ്ട് നേട്ടമുണ്ടാക്കിയ ഒരു രാജ്യമുണ്ട്, ഇസ്രായേൽ. അവരുടെ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഈ ആരോ 3 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവരുടെ മിസൈൽസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പൊ ജർമ്മനി കൂടുതലായി വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ ആ ഗ്യാപ്പിലോട്ട് കയറി വരികയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഉം. ഇപ്പോൾ റഷ്യയെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ആയുധങ്ങൾ ഏറ്റവും കൂടുതൽ പിടിക്കുന്നത് ഇന്ത്യയാണ്. അപ്പൊ അവർക്കൊരു നിലനിൽപ്പ് അനിവാര്യമാണ്. കച്ചവടം തിരിച്ചു പിടിക്കണം കുറച്ചെങ്കിലുമൊക്കെ. ഈ ഉപരോധം കണ്ട് എന്നും ഇരിക്കാൻ പറ്റത്തില്ല. യുദ്ധം തുടങ്ങിയിട്ട് 3 വർഷത്തിലേറെയായി. ഇപ്പൊ യുദ്ധം ഇച്ചിരി അതിര് വിട്ടിട്ട് പുട്ടിന് നേരെ പോലും ആക്രമണത്തിന്റെ ഒരു രീതിയായി മാറിയിരുന്നു. അപ്പൊ രണ്ടും കൽപ്പിച്ചൊരു നീക്കത്തിൽ തന്നെയാണ്, അതിനകത്ത് യാതൊരു തർക്കവുമില്ല. അങ്ങനെയാണ് നമുക്ക് ഇന്റർനാഷണൽ മീഡിയ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്.